നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. അർത്ഥശാസ്ത്രമിദം പുണ്യം ധർമ്മശാസ്ത്രമിദം പരം മോക്ഷശാസ്ത്രമിദം പ്രോക്തം വ്യാസേനാമിതബുദ്ധിനാ. ഇവിടെ സ്വാമി വിവേകാനന്ദന്റെ ഒരു വാക്യം, അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളിൽ അദ്ദേഹം പറഞ്ഞ ഒരു വാക്യം, അത് നാം ഓർക്കണം. ഈ ലോകത്തിലുള്ള സമസ്ത ജീവരാശിയുടെയും വിശപ്പ് ദൂരീകരിക്കുവാനുള്ള കർത്തവ്യം നമുക്ക് ഓരോരുത്തർക്കുമുണ്ട് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് അദ്ദേഹം സംസാരിക്കുന്നിടത്ത് പറയും, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഓരോ ഉരുളച്ചോറും മറ്റ് ജീവജാലങ്ങളുടെ വായിൽ നിന്ന് തട്ടിയെടുത്തതാണ് എന്ന് ഓർമ്മ വേണം. ആ വാക്യം നമ്മുടെ മനസ്സിൽ എപ്പോഴും അനുരണനം ചെയ്യും. എത്ര വിലപ്പെട്ടതാണ് കയ്യിലിരിക്കുന്ന ഒരു നെന്മണിയായാൽ പോലും അതിൻ്റെ പിന്നിൽ ഇത്രയേറെ കഠിനമായിരിക്കുന്ന ഒരു ചരിത്രമുണ്ട്. ഈ ലോകത്തുള്ള സമസ്ത ജീവരാശിക്കും അവകാശപ്പെട്ടതാണ് ഈ പ്രപഞ്ചത്തിലുള്ള ഭക്ഷ്യവസ്തുക്കളും മറ്റെല്ലാ വസ്തുക്കളും. ഓരോരുത്തരും അവരവർക്ക് ആവശ്യമുള്ളത് മാത്രം, നിലനിൽപ്പിന് ആവശ്യമുള്ളത് മാത്രം അതിൽ നിന്നെടുക്കണം. ബാക്കി എടുക്കാൻ നിന്നാൽ മറ്റുള്ളവരുടെ വായിൽ നിന്ന് തട്ടിയെടുക്കുന്ന അന്നം ഭുജിച്ചാലുള്ള ആ ഭീകരമായ കഷ്ടതയാണ് സംഭവിക്കുക പ്രപഞ്ചത്തിന്. ഇന്ന് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് അതാണ്. ചൂഷണം, അതിക്രമം, പിടിച്ചുപറിക്കൽ. ഇന്ന് മാത്രമല്ല, ലോക ചരിത്രം മുഴുവൻ ഇത്തരം ചൂഷണങ്ങളുടെ, അതിക്രമങ്ങളുടെ ഒരു വലിയ കോലാഹലമാണ്. അതിനെതിരെയുള്ള വളരെ വ്യക്തമായ സങ്കേതമാണ് ഇവിടെ സ്വാമി വിവേകാനന്ദന്റെ വാക്കുകളിലൂടെ ഇത് തന്നെ നാം അവിടെ കേൾക്കുന്നു. ഈ ദാനം തന്നതായ വസ്തു ഉണ്ടല്ലോ, അത് ന്യായോപാത്തമാണ്. ഈശ്വരൻ തന്ന ന്യായപൂർണമായ മാർഗത്തിലൂടെ നേടിയതാണ്. അതിനെ ശുദ്ധമായ മനസ്സോടുകൂടിയിട്ട് അങ്ങ് തന്നിരിക്കുന്നു. അതുകൊണ്ട് അല്ലയോ ദ്വിജസുത്തമ, പ്രീതോസ്മി, ഞാനിതാ വളരെ സന്തുഷ്ടനായി കഴിഞ്ഞിരിക്കുന്നു, ഞാൻ ആനന്ദിക്കുന്നു. അഹോദാനം ഖുഷ്യതേത്തെ സ്വർഗേ സ്വർഗനിവാസിഭി. ഞാൻ സന്തുഷ്ടനായത് മാത്രമല്ല, സ്വർഗത്തിൽ വസിക്കുന്നവരായിട്ടുള്ള ദേവാദികളുണ്ടല്ലോ, അവരെല്ലാവരും അങ്ങയുടെ ഈ ദാനത്തിന്റെ മഹിമ കണ്ടിട്ട് അങ്ങേയറ്റം ആനന്ദിക്കുന്നു. അവർ അങ്ങയുടെ ഈ ദാനത്തെ പുകഴ്ത്തിപ്പാടുന്നു. ഉറക്കെ ഉറക്കെ മധുരങ്ങളായ കീർത്തനങ്ങളാൽ, അത്ഭുതകരമായ കീർത്തനങ്ങളാൽ ഈ ദാനമഹിമാവിനെ അവർ ഉദ്ഘോഷിക്കുന്നു, അവരെമ്പാടും പാടിക്കേൾപ്പിക്കുന്നു. അങ്ങ് അല്പമൊന്ന് ശ്രദ്ധിക്കുക. ദേവലോകത്തിൽ അങ്ങയ്ക്ക് ഈ വാക്കുകൾ, ദേവന്മാരുടെ കീർത്തനങ്ങൾ, ഈ ദാനത്തെ പ്രകീർത്തിക്കുന്ന വർണ്ണിക്കുന്ന കീർത്തനങ്ങൾ അങ്ങയ്ക്ക് കേൾക്കാൻ കഴിയും. അങ്ങിതാ കാണുന്നില്ലേ, അങ്ങയ്ക്ക് ചുറ്റും അങ്ങയുടെ ശിരസിലും ഒക്കെയായിട്ട് ഈ കുടുംബത്തിലുള്ള എല്ലാവരുടെയും ശിരസിലും സമീപദേശങ്ങളിലുമായിട്ട് പുഷ്പങ്ങൾ വന്നു വീഴുന്നത്. ഗഗനാത് പുഷ്പവർഷം ച പശ്യേതം പതിതം ഭുവി. ആകാശത്ത് നിന്ന്, ആകാശമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂക്ഷ്മലോകങ്ങളിൽ നിന്ന് പുഷ്പങ്ങളിതാ ഭൂമിയിലേക്ക്, നിങ്ങളുടെ പുറത്തേക്ക് വീഴുന്നത്, മഴ പോലെ വീഴുന്നത് അങ്ങ് കാണുന്നില്ലേ? അങ്ങ് കണ്ടാലും സുരർഷി ദേവഗന്ധർവ ഏച ദേവപുരസ്സരാഹ സ്തുവന്തോ ദേവദൂതാശ്ച സ്ഥിതാ ദാനേന വിസ്മിതാഹ. ദേവർഷിമാര് ഈ ദാനം കണ്ടിട്ട്, അതിന്റെ മഹിമ കണ്ടിട്ട് അവർ അത്ഭുതത്തോടു കൂടിയിട്ട് ഇങ്ങനെ നിശ്ചലരായി നിന്ന് നോക്കുന്നു. അതേപോലെ ദേവന്മാരെല്ലാവരും ഇത് കണ്ടിട്ട് അത്ഭുതത്തോടുകൂടി നോക്കി നിൽക്കുന്നത് അങ്ങ് കാണുന്നില്ലേ? ഇത് യമധർമ്മൻ ആ ബ്രാഹ്മണരോട് പറയുമ്പോൾ അവർക്കത് കാണാൻ കഴിയുന്നു. എന്തുകൊണ്ടെന്നാൽ അവരുടെ ബോധമണ്ഡലം ഭൂമിയുടെ
ഈ പരിധിയെ അതിലംഘിച്ചു കഴിഞ്ഞിരിക്കുന്നു ദാനമെന്ന ഈ കഠിനമായ യജ്ഞത്താൽ. ആ യജ്ഞകർമ്മത്താൽ അവരുടെ ബോധമണ്ഡലം ഇവിടെ നിന്ന് ഭൂർലോകത്തിലേക്കും അവിടെ നിന്ന് സുർലോകത്തിലേക്കും വളരുന്നു. അതുകൊണ്ട് അവർക്ക് ഭൂർലോകം മുഴുവൻ പ്രത്യക്ഷമാണ്, സ്വർലോകം മുഴുവൻ പ്രത്യക്ഷമാണ്. അതിനായി യമധർമ്മന്റെ വാക്കുകളെല്ലാം അവർ നേരിട്ട് കണ്ട്, ആ വാക്കുകളുടെ അർത്ഥത്തെ നേരിട്ട് കണ്ട് അനുഭവിക്കുകയാണ്. ഇതാ ദേവദൂതന്മാര് ഈ ദാനധർമ്മത്തെ പ്രകീർത്തിക്കുന്നത് കേൾക്കുന്നില്ലേ? അതേപോലെ തന്നെ യക്ഷ കിന്നര ഗന്ധർവാദികൾ എല്ലാവരും, ഭൂർലോക നിവാസികൾ എല്ലാവരും ഇത് പ്രകീർത്തിക്കുന്നത് കേൾക്കുന്നില്ലേ, കാണുന്നില്ലേ? അദ്ദേഹം ചോദിക്കുന്നു. ബ്രഹ്മർഷയോ വിമാനസ്ഥ ബ്രഹ്മലോകചരാശ്ചയേ കാക്ഷന്തേ ദർശനം തുഭ്യം. നിങ്ങളെ നേരിട്ട് അടുത്ത് കാണാനായിട്ട് സത്യലോക നിവാസികളായിരിക്കുന്ന ബ്രഹ്മർഷിമാർ കാത്തു നിൽക്കുന്നു, അവരാഗ്രഹിക്കുന്നു, അവർ കാത്തു നിൽക്കുന്നു. അവർ വിമാനങ്ങളിലേറിയിട്ട് ഇതാ സൂക്ഷ്മ മണ്ഡലങ്ങളിൽ വന്നു നിൽക്കുകയാണ് നിങ്ങളെ അടുത്ത് കാണാൻ വേണ്ടിയിട്ട്. ബ്രഹ്മലോകത്തിൽ വിമാനത്തിലേറി സഞ്ചരിക്കുന്നവരായ ആ ബ്രഹ്മർഷിമാര് കാക്ഷന്തേ ദർശനം തുഭ്യം, നിങ്ങളുടെ ദർശനം ആഗ്രഹിക്കുന്നു, നിങ്ങളെ അടുത്ത് കാണാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ദിവം വ്രജ ദ്വിജർഷഭ, അല്ലയോ ബ്രാഹ്മണ ശ്രേഷ്ഠ, അല്ലയോ ബ്രഹ്മജ്ഞാനികളുടെ കൂട്ടത്തിൽ ശ്രേഷ്ഠനായിട്ടുള്ളവനെ, ബ്രഹ്മജ്ഞാനം പ്രകാശിക്കുകയാണ് അവർ 4 പേർക്കും ഈ ദാനമഹിമാവ് കൊണ്ട്. ഇന്നോളം വരെയുള്ള അവരുടെ ജീവിതം ആ പ്രകാരത്തിലായിരുന്നു, സാത്വികമായിരുന്നു. അതിൻ്റെ പൂർണ്ണത ഈ ദാനത്തിലൂടെ സംഭവിക്കുകയും ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് അവര് ബ്രഹ്മർഷിമാരായി കഴിഞ്ഞിരിക്കുന്നു, ബ്രഹ്മജ്ഞാനികളായി കഴിഞ്ഞിരിക്കുന്നു. അവർക്ക് ഈ ഉപരിലോകങ്ങളിലേക്ക് പോകാനുള്ളതായ എല്ലാ വൈഭവങ്ങളും കൈവന്നു കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾ ഉപരിലോകങ്ങളിലേക്ക് പോയാലും വ്രജ പോയാലും ബ്രഹ്മർഷിമാർ നിങ്ങളെ കാണാൻ, അടുത്ത് കാണാനായിട്ട് കാത്തു നിൽക്കുകയാണ്. പിതൃലോക ഗതാ സർവേ താരിത പിതരസ്ത്വയ, നിങ്ങൾ ഈ ചെയ്തിരിക്കുന്ന മഹത്തായ തപസ്, ദാനമാകുന്ന തപസ്, അതുകൊണ്ട് എന്തൊക്കെ സംഭവിച്ചിരിക്കുന്നു എന്ന് യമധർമ്മൻ പറഞ്ഞു കേൾപ്പിക്കുകയാണ്. നിങ്ങളുടെ എല്ലാം പിതൃക്കൾ, അച്ഛൻ വഴിയും അമ്മ വഴിയുമുള്ള പിതൃക്കൾ, അറിയുന്നവരും അറിയപ്പെടാത്തവരുമായ പിതൃക്കൾ, ജ്ഞാത പിതൃക്കൾ, അവരുടെ സംഖ്യ നമുക്ക് എടുക്കാൻ പറ്റൂല. അങ്ങനെയുള്ള ആ പിതൃക്കൾ എല്ലാവരും, അവരെല്ലാം പിതൃലോകങ്ങളിലാണ്. അവരെല്ലാവരും ഇതാ ബന്ധനങ്ങളിൽ നിന്ന് വിമുക്തരായി സ്വതന്ത്രരായി ഈശ്വര സമക്ഷത്തേക്ക് കടന്നു ചെല്ലുവാൻ യോഗ്യരായി ഭവിച്ചിരിക്കുന്നു ഈ പവിത്രമായ ഈ ദാനകർമ്മത്താൽ. എന്ന് മാത്രമല്ല, അനാഗതാശ്ച ബഹവ സുബഹൂനി യുഗാന്യുത, ഇനി അനേക തലമുറകൾ നിങ്ങൾക്കുണ്ടാകും. ഈ വരാനിരിക്കുന്ന തലമുറകൾ, അത് എത്ര തലമുറകളായിക്കൊള്ളട്ടെ, ആ തലമുറകളിൽപ്പെട്ടവരെല്ലാവരും ഇതേപോലെ ഉത്കൃഷ്ടമായിട്ടുള്ള സ്ഥാനങ്ങളിൽ നിങ്ങളുടെ ഈ കഠിനമായ ദാന തപസ്സുകൊണ്ട് എത്തിച്ചേരും. നാം ചെയ്യുന്ന പുണ്യകർമ്മങ്ങൾ പിതൃക്കൾക്ക് അനുഗ്രഹമായി മാറും, അവർക്ക് പൂജയായി മാറും, അവരുടെ ഉത്കർഷത്തിന് വഴിയൊരുക്കും, അവരുടെ ബന്ധനങ്ങളെ ദൂരീകരിക്കും. എന്ന് മാത്രമല്ല, വരാനിരിക്കുന്ന നമ്മുടെ അനന്തര തലമുറകൾക്കും അത് വലിയൊരു അനുഗ്രഹമായി ക്ലേശങ്ങളിൽ നിന്നെല്ലാം അവരെ വിമോചിപ്പിച്ചിട്ട് അവർക്കും ബന്ധമോക്ഷത്തിന് വഴിയൊരുക്കും. ആ കാര്യമാണ് ഇവിടെ യമധർമ്മൻ, ഇതിൻ്റെ എല്ലാം നിയന്താതാവായിരിക്കുന്ന യമധർമ്മൻ പറഞ്ഞ് കേൾപ്പിക്കുന്നത്. ബ്രഹ്മചര്യേണ ദാനേന യജ്ഞേന തപസാ തഥാ അസങ്കരേണ ധർമ്മേണ തസ്മാത് ഗച്ഛദിവം ദ്വിജ. ആ ബ്രാഹ്മണനോട്, അദ്ദേഹത്തിൻ്റെ കുടുംബത്തോട് യമധർമ്മൻ പറയുകയാണ്, ഇക്കാരണത്താൽ നിങ്ങൾ ഉപരിലോകങ്ങളിലേക്ക് പോയിക്കൊള്ളുക, അതിനുള്ള യോഗ്യത നിങ്ങൾക്ക് വന്നു കഴിഞ്ഞിരിക്കുന്നു. ബ്രഹ്മസാക്ഷാത്കാരത്തിൻ്റെ മുന്നിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് അവരെല്ലാവരും. എങ്ങനെ അവരവിടെ എത്തിയത് എന്ന് ആ യമധർമ്മൻ അവരോട് തന്നെ പറയുന്നത് നമുക്ക് കേൾക്കാം. അത് നമുക്കും വഴികാട്ടിയാണ്. അതാണ് വ്യാസഭഗവാൻ അതെല്ലാം ഇവിടെ നമ്മെ കേൾപ്പിക്കുന്നത്.
ബ്രഹ്മചര്യേണ, ബ്രഹ്മചര്യം കൊണ്ട് ജീവിതത്തിലെ ഓരോ ചിന്തയും ഓരോ സങ്കല്പവും ഓരോ കർമ്മവും ഈശ്വര സമർപ്പിതമായി നാം ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതം ബ്രഹ്മചര്യത്തിലായി കഴിഞ്ഞു. അതാണ് ബ്രഹ്മചര്യം. സകല മാനസിക വ്യാപാരങ്ങളും ബൗദ്ധിക വ്യാപാരങ്ങളും ശാരീരിക വ്യാപാരങ്ങളും ഈശ്വര സേവയായി സങ്കല്പിക്കപ്പെടുമ്പോൾ ജീവിതം ബ്രഹ്മചര്യമായി. അതേപോലെ ദാനം, ആ ബ്രഹ്മചര്യ നിഷ്ഠയിൽ ഈശ്വര സങ്കല്പ നിഷ്ഠയിൽ ഉറച്ചു നിന്നുകൊണ്ടുള്ള ദാനം, അതേപോലെ അതിൽ ഉറച്ചു നിന്നുകൊണ്ടുള്ളതായ കർമാനുഷ്ഠാനം, അതിനാണ് യജ്ഞം എന്ന് പറയുക. എപ്പോഴാണോ ചെയ്യേണ്ടതായ കർത്തവ്യങ്ങൾ മുഴുവൻ ഈശ്വരപാദങ്ങളിൽ സമർപ്പിച്ച് ചെയ്യുന്നത്, അപ്പോൾ അത് യജ്ഞമായി കഴിഞ്ഞിരിക്കുന്നു എന്ന് മാത്രമല്ല, അപ്പോൾ ഏകാഗ്രചിത്തത്തോടു കൂടിയിട്ട് ചെയ്യുന്ന സർവകർമ്മങ്ങളും തപസ്സായി മാറുന്നു. പോരാത്തതിന് അസങ്കരേണ ധർമ്മേണ, ശുദ്ധമായിരിക്കുന്ന ധർമ്മ ആചരണത്താലും നിങ്ങൾക്ക് ബ്രഹ്മലോക പ്രാപ്തിക്കുള്ള യോഗ്യത ഉണ്ടായിരിക്കുന്നു. നിങ്ങൾ ഉപരിലോകങ്ങളിലേക്ക് ഉടനെ പൊയ്ക്കൊള്ളുക. ശ്രദ്ധയാ പരയായസ്ത്വം തപശ്ചരസി സുവ്രത. നല്ല വ്രതനിഷ്ഠയോടുകൂടിയവരാണ് നിങ്ങൾ. ആ ബ്രാഹ്മണനെ, ഗൃഹനാഥനെ സംബോധന ചെയ്തുകൊണ്ട് പറയണം, സുവ്രതനായിട്ടുള്ള അല്ലയോ ബ്രാഹ്മണ ശ്രേഷ്ഠ, അങ്ങേയറ്റത്തെ ശ്രദ്ധയോടുകൂടിയിട്ടാണ് അങ്ങയുടെ ജീവിതത്തിലെ ഓരോ കർമാനുഷ്ഠാനത്തെയും അങ്ങ് സമ്പന്നമാക്കി തീർക്കുന്നത്. അതുകൊണ്ട് ദേവന്മാരെല്ലാവരും അങ്ങ് ചെയ്ത ഈ ദാനത്തിൽ സന്തോഷിക്കുന്നു. വിശേഷിച്ചും അങ്ങ് ഈ ചെയ്ത ദാനം എപ്പോഴാണ്? കൃച്ഛ്രകാലേ, വളരെയേറെ കഷ്ടം നിറഞ്ഞതായ സന്ദർഭത്തിലാണ്. അങ്ങയുടെ ജീവിതത്തിൽ വളരെയേറെ കഷ്ടം നിറഞ്ഞതായ സന്ദർഭം, അനേക നാളുകളായി ഭക്ഷണം ലഭിച്ചിട്ട്, ഒന്നാമത് ഉച്ചവൃത്തി, പിന്നെ എത്രയോ നാളുകളായിരിക്കുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഈ അല്പമായ അന്നം സിദ്ധിച്ചത്. അങ്ങനെ ക്ലേശകരമായ സന്ദർഭത്തിൽ അങ്ങ് ഇത്രയേറെ ഉത്തമമായ ഉദാത്തമായ ദാനത്തെ ശുദ്ധേന ചേതസ, ശുദ്ധമായ മനസ്സോടുകൂടി ചെയ്തിരിക്കുന്നു. അതുകൊണ്ടാണ് സർവബന്ധനങ്ങളിൽ നിന്നും അങ്ങ് വിമുക്തനായി തീരുന്നത്. ദാനത്തിന്റെ മഹിമ തുടർന്ന് വീണ്ടും വ്യാസഭഗവാൻ കേൾപ്പിക്കുന്നു യമധർമ്മന്റെ വാക്കുകളിലൂടെ. ദ്രവ്യാഗമോ നൃണാം സൂക്ഷ്മ. മനുഷ്യർക്ക് ദ്രവ്യങ്ങൾ, സമ്പത്ത്, ഭക്ഷണപദാർത്ഥങ്ങൾ തുടങ്ങിയവയെല്ലാം, ലൗകികമായ പദാർത്ഥങ്ങൾ, അത് കൈവരുന്നത് വളരെയേറെ സൂക്ഷ്മമായ നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഈശ്വരീയമായ മാർഗത്തിലൂടെ വേണം ദ്രവ്യങ്ങളെ സ്വീകരിക്കാൻ. പദാർത്ഥങ്ങളെ, സമ്പത്ത്, ഭൗതിക പദാർത്ഥങ്ങളെ, സമ്പത്തിനെ സ്വീകരിക്കേണ്ടത് തികച്ചും ധാർമ്മികമായ പന്ഥാവിലൂടെയാകണം. അധാർമികമായ പന്ഥാവിലൂടെയിട്ട് വളരെ വേഗം പരിധിയില്ലാത്തതായ സമ്പത്തും സാമ്രാജ്യവും ഒക്കെ നേടിയെടുക്കാൻ സാധിക്കും. അങ്ങനെ പരിശ്രമിക്കുന്നവർ, അങ്ങനെ നേടുന്ന ആളുകൾ ധാരാളമുണ്ട് ഈ ലോകത്തിൽ. ആരെയും ഉപദ്രവിച്ചും ആരെയും ദ്രോഹിച്ചും ആരെയും ഹിംസിച്ചും സമ്പത്ത്, സാമ്രാജ്യം നേടാൻ ശ്രമിക്കുന്നവർ, അങ്ങനെ നേടുന്നവർ, ഇല്ലെങ്കിൽ നേടാനുള്ള പരിശ്രമത്തിൽ തകർന്നു പോകുന്നവർ, പിന്നെയോ അങ്ങനെ തെറ്റായ വഴിയിൽ കൂടി നേടിയവ ഫലപ്പെടാതെ സർവവും തകർന്ന് അവസാനം വീണുപോകുന്നവർ, ഇതൊക്കെ ലോകത്തിൽ ധാരാളമുണ്ട്. ലോകചരിത്രം മുഴുവൻ അതിന് ഉദാഹരണമാണ്. അത്തരം ദ്രവ്യ ലാഭം ഒരിക്കലും ശ്രേയസ്കരമല്ല എന്ന് അത്തരക്കാരുടെ ജീവിത സംഭവങ്ങൾ, അത്തരം ഭരണാധിപന്മാരായാൽ പോലും അവരുടെ ജീവിത സംഭവങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. വളരെ ശ്രദ്ധയോടുകൂടിയിട്ട് വേണം സമ്പത്ത് ജീവിക്കാൻ, സമ്പത്ത് വേണം അത് നേടേണ്ടത്. അതാണ് ദ്രവ്യാഗമോ നൃണാം സൂക്ഷ്മ. അതിനേക്കാളും പവിത്രമാണ്, ശ്രേഷ്ഠതരമാണ് പാത്രേ ദാനം തതഃപരം. ശരിയായ മാർഗത്തിലൂടെ സമ്പത്ത് നേടിയിട്ട് ആ സമ്പത്ത് ദാനം ചെയ്യണം. അത് ആർക്ക് ദാനം ചെയ്യണം? അത് സൽപാത്രത്തിന് ദാനം ചെയ്യണം. സൽപാത്രമല്ലാതെ ദുഷ്പാത്രത്തിന് ദാനം ചെയ്താലോ അതുകൊണ്ട് ദോഷമേ വരൂ. മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ നടക്കുന്ന ആളുകൾക്ക്
സമ്പത്ത് ദാനമായി നൽകിക്കഴിഞ്ഞാൽ ആ സമ്പത്ത് കൊണ്ട് മറ്റുള്ളവരെ കൂടുതൽ ഉപദ്രവിക്കാൻ ആ മനുഷ്യൻ ശ്രമിക്കും. ദാനം എപ്പോഴും സൽപാത്രത്തിനു വേണം, യഥാർത്ഥത്തിലുള്ള ആവശ്യക്കാരന് വേണം.